മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കണ്ണിൽ നിന്ന് തോരാത്ത കണ്ണുനീർ കാണാൻ ആഗ്രഹിച്ച കരുണയ്ക്കും മുത്തശ്ശിക്കും പ്രതാപനും ഇപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തോരുന്നില്ല എന്ന് തന്നെ പറയാം. സീമന്തിനിയാണെങ്കിൽ സഹായം ചോദിച്ച് നമ്മുടെ കമലേശ്വരത്ത് വന്ന് ദുർഗയെയും ഉണ്ണിയെയും കാണുന്നുണ്ട്, കൂട്ടത്തിൽ കണ്ണനെയും. അപ്പോൾ കണ്ണനാണെങ്കിൽ അകത്ത് വെച്ചൊന്നും പറയുന്നില്ല, താനായിട്ട് എന്തായാലും സത്യങ്ങളൊന്നും ദുർഗയോടും ഉണ്ണിയോടും പറയുന്നില്ല എന്നൊരു തീരുമാനത്തിലാണ് കണ്ണൻ. അതായത് തൻ്റെ അച്ഛനെയും തന്നെ ഈ അവസ്ഥയിലാക്കിയത് മറ്റാരുമല്ല, നമ്മുടെ വാമദേവൻ അമ്മാവനാണെന്നുള്ള കാര്യം സത്യങ്ങളൊക്കെ അറിഞ്ഞ കണ്ണൻ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നുണ്ട്. സ്വാതിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് യാതൊരു സാമ്പത്തിക സഹായവും ചെയ്യത്തില്ല. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സഹായങ്ങളെല്ലാം ഇതോടെ നിർത്തുവാണ്. എൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ഞാൻ ഇനി കഷ്ടപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ജയിലിൽ നിന്ന് പുറത്തിറക്കാനും ഒന്നിനും തൻ്റെ സഹായമോ തൻ്റെ കുടുംബത്തിൻ്റെ സഹായമോ പ്രതീക്ഷിക്കേണ്ട. തിരികെ കയറി വരുന്ന കണ്ണനോട് ഉണ്ണിയും ദുർഗയും കയർത്ത് സംസാരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ശത്രുക്കളെയെല്ലാം കള്ളക്കേസിൽ അകത്താക്കുവാണോ എന്ന് ചോദിക്കുമ്പം ഇതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല, നിന്റെ കവളത്ത് പൊട്ടിക്കുക വേണ്ടുന്നത്. അധികം താമസിക്കാതെ നീ സത്യങ്ങൾ അറിയുന്നതോടെ ആ വാനരൻ്റെ കവളത്ത് ആദ്യം പൊട്ടിക്കുന്നത് നിന്റെ അമ്മ തന്നെയായിരിക്കും എന്ന് കണ്ണൻ പറഞ്ഞിട്ട് പോകുന്നു. എന്തായാലും പ്രതാപന് മാനസിക നില തെറ്റിയതിന് ശേഷം മുതലുള്ള ആ ഓരോ പെരുമാറ്റവും കരുണ അച്ഛനെ കാണിക്കാൻ പോലും അനുവദിക്കാത്ത ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഉണ്ണിക്ക് അന്നേ സംശയം തോന്നിയതാ. ഇപ്പോഴും പൂർണ്ണമായിട്ടും ബലം ആകുന്നുണ്ട്, എങ്കിലും ഉറപ്പില്ല എന്താ കണ്ണൻ മനസ്സിൽ ഒളിപ്പിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ബോധം കെട്ട് വീണ് കരുണയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പ്രതാപനോ മോഹിനിയമ്മയോ ഒന്നും വീട്ടിലില്ല, മുത്തശ്ശി മാത്രമേ ഉള്ളൂ. മോഹിനിയമ്മയാണെങ്കിൽ മഹാലക്ഷ്മിക്കൊപ്പം ഹോസ്പിറ്റലിലും പ്രതാപനാണെങ്കിൽ സ്റ്റേഷനിലുമാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ മുത്തശ്ശി നമ്മുടെ എലിസബത്ത് ഡോക്ടറിൻ്റെ അരികെ തന്നെ കരുണയെ കാണിക്കാനായിട്ട് കൊണ്ടുവരുന്നു. എലിസബത്ത് ഡോക്ടറിനെ തന്നെ കാണിച്ചേ പറ്റൂ, കാരണം മുമ്പ് വിഷമരുന്നുള്ളിൽ ചെന്ന് കരുണയുടെ കുഞ്ഞ് നഷ്ടമായതും പിന്നെ അന്നു മുതലുള്ള ചികിത്സയും എലിസബത്ത് ഡോക്ടറാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് കരുണയുടെ എല്ലാ അവസ്ഥകളും കണ്ടീഷനുകളും വ്യക്തമായിട്ട് അറിയാവുന്ന ഡോക്ടറെ തന്നെ ഈ ഒരു അവസ്ഥ കാണിക്കണമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നു. എങ്കിലും അവിടെയാണ് കരുണയുടെ ശത്രുക്കൾ മുഴുവനും ഉള്ളത്. മോഹിനിയമ്മയും ഇപ്പം കരുണയുടെ ശത്രുപക്ഷത്താണുള്ളത്. മോഹിനിയമ്മ, മഞ്ജു, കണ്ണൻ എല്ലാവരും ഹോസ്പിറ്റലിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കരുണയെ ഡോക്ടർ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് തിരികെ ക്യാബിനിൽ വന്നിരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ? അടുത്തിടെയായിട്ട് മോൾക്ക് ഭയങ്കര സങ്കടവും ടെൻഷനും ഡിപ്രഷനൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണോ മോള് ബോധം കെട്ട് വീണത്? അല്ലാതെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു കുഴപ്പമില്ലെന്ന്? ചെറിയ കുഴപ്പമുണ്ട്. അത് കേട്ട് കരുണയും അതുപോലെ മുത്തശ്ശിയും പരസ്പരം നോക്കി ആകെ ടെൻഷൻ അടിക്കുന്നു. മിക്കവാറും നമ്മുടെ കരുണ ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്ന എല്ലാ സാധ്യതയും കാണുന്നു. പ്രത്യേകിച്ചും ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് ആരാണെന്നുള്ള സത്യം വെളിച്ചത്ത് വരുന്ന ഈ ഒരു സമയത്ത് കരുണ പ്രഗ്നൻറ്റും കൂടി ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അച്ഛനില്ലാതെ ആകരുത് എന്ന് വിചാരിച്ച് ഇനി കരുണ ഉണ്ണിയുടെ പിന്നാലെ നടക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഡോക്ടർ ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടുവരുന്ന മുത്തശ്ശിയും കരുണയും കാത്ത് അവിടെ മഞ്ജുവും മോഹിനിയമ്മയും നിൽപ്പുണ്ടായിരുന്നു. മോഹിനിയമ്മയുടെയും മഞ്ജുവിൻ്റെയും മുഖത്തെ ദേഷ്യം കണ്ടിട്ട് മുത്തശ്ശിക്കും അതുപോലെ കരുണയ്ക്കും നല്ല പേടിയാകുന്നു. ഞാൻ നിന്നെ കാണുമെന്ന് ആഗ്രഹിച്ചിരുന്ന മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നീ ചെയ്ത പ്രവൃത്തിക്ക് നിൻ്റെ കവിളത്ത് കൈ വീശി ആഞ്ഞടിക്കാനാടി എന്നും പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ കരുണയെ തല്ലാൻ പോകുന്ന സമയത്ത് ഇടയ്ക്ക് നിന്ന് മുത്തശ്ശി തടയുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, എൻ്റെ കുഞ്ഞിനെ തല്ലരുതേ, അവൾക്കിപ്പോൾ അടി കൊള്ളാനൊന്നും പറ്റിയ കണ്ടീഷനല്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ പിടിച്ചു മാറ്റുന്നുണ്ട്. അവൾ ചെയ്ത ഈ പ്രവൃത്തിക്ക് അവളെ ഒന്ന് തല്ലിയാൽ പോരാ, തല്ലി കൊല്ലിയ വേണ്ടുന്നതെന്ന് മഞ്ജു ആണെങ്കിൽ കലിയോടെ പറയുന്നു. മഞ്ജുവിൻ്റെ ദേഷ്യത്തിന് മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുവാണ് നമ്മുടെ കരുണ, മറിച്ചൊന്നും പറയാനാകാതെ. എന്നിട്ട് മോഹിനിയമ്മ ചോദിക്കുന്നു, നീ എന്നാലും എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനൊരു കൊടും ചതി ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു? ഒന്നുമില്ലെങ്കിൽ നീയും അവളും വന്നത് എൻ്റെ വയറ്റിൽ നിന്ന് തന്നെയല്ലേ? നിനക്കും എൻ്റെ മോൾക്കും ജന്മം നൽകിയത് ഞാൻ തന്നെ അല്ലേ? എന്നിട്ടും ദുഷ്ടേ, നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ മോഹിനിയമ്മ ചോദിക്കുമ്പോഴത്തേക്കും മോഹിനി, അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേടി, കുഞ്ഞിനെ ഇനി വിഷമിപ്പിക്കരുത്. ഒന്നാമത് അവൾ തല കറങ്ങി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാ, അവൾ തല കറങ്ങിയില്ലെങ്കിലേ ഉള്ള അതിശയമെന്ന് മഞ്ജു പറയുന്നു. ഇനി അധിക നേരം മോൾ ഇവിടെ നിന്ന് ഇവരുടെ വായിരിക്കുന്നത് കേൾക്കണ്ട, മോൾക്ക് വീണ്ടും ഡിപ്രഷൻ കൂടിയാലോ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ കരുണയും കൂട്ടി പോകുമ്പോഴത്തേക്കും അവിടെ കണ്ണനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നു. ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? വീണ്ടും എൻ്റെ ഭാര്യയെ ദ്രോഹിക്കാനും കാണാൻ വന്നെയാണോ എന്ന് ചോദിച്ച് കലിയോടെ കണ്ണൻ മുഖത്ത് നോക്കുന്ന സമയത്ത് വിഷമത്തോടെ നിൽക്കുവാണ് നമ്മുടെ കരുണയും.
എൻ്റെ കുഞ്ഞിനെ വഴക്കൊന്നും പറയില്ലേ മോനെ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ഇവളെ വഴക്ക് പറയരുതെന്നോ? എങ്ങനെ പറയാൻ തോന്നി നിങ്ങൾക്ക്? നിങ്ങളുടെ മോളോടാണ് എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമായിരുന്നോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഉത്തരവില്ലാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകൾക്ക് ഞാൻ മാപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ ആ വാനരനും പ്രതാപനും ഇനി അഴിക്കുള്ളിൽ ഈ കാലം മുഴുവനും കഴിച്ചു നീട്ടുന്നത് നിന്റെ കൺമുന്നിൽ കാണേണ്ടി വരും. അത് നിനക്കുള്ള ശിക്ഷയാണ്, ഞാൻ വിധിച്ച ശിക്ഷ. എൻ്റെ ഭാര്യയോട് ക്രൂരത കാണിച്ച നിന്റെ അച്ഛൻ ഇനി ജീവിതകാലം മുഴുവനും ഇരുമ്പഴിക്കുള്ളിലായിരിക്കും. സത്യങ്ങൾ അറിയുന്ന ഉണ്ണി നിന്നെ അവൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പടിയിറക്കും എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ മോനെ അങ്ങനെയൊന്നും പറയരുതേ, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ വളരുന്നു എന്ന് പറഞ്ഞ് സത്യങ്ങൾ മിക്കവാറും മുത്തശ്ശി കണ്ണനോട് പറയുന്ന ആ ഒരു ഭാഗം കാണാനാകും. എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അതൊക്കെ നാളെയായിരിക്കും കാണിക്കാൻ പോകുന്നത്.